അപ്പോൾ ഇന്ന് നമ്മളെ പുതിയ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഫ്രിഡ്ജ് വന്നിട്ട് ഇപ്പോൾ 1 മന്ത് ആയി. അപ്പോൾ ഏകദേശം ഫ്രിഡ്ജിലേക്കുള്ള ഓർഗനൈസേഴ്സും എല്ലാം വാങ്ങിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ ഫ്രിഡ്ജ് ആയിരുന്ന സമയത്തും വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് ആയിരുന്ന സമയത്തും ഞാൻ മന്ത്ലി വൺസ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. ഫ്രിഡ്ജ് അധികം ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയത്താണ് ചെയ്യുക. കാരണം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ആലോചിക്കില്ല. അതിൽ തന്നെ ഫുള്ള് എൻഗേജ്ഡ് ആയി നിൽക്കും. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ആ ഫ്രിഡ്ജിൻ്റെ മുകളിലിരുന്ന് മാറ്റ് വാങ്ങിയത് ഓൺലൈൻ ആട്ടോ. പിന്നെ ഈ തുടയ്ക്കുന്ന തുണി ഇതൊക്കെ ഓൺലൈനിൽ തന്നെ വാങ്ങി. പിന്നെ ഈ തുണി ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ, വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ സ്പ്രേ ചെയ്ത് തുടയ്ക്കുന്നത് നമ്മൾ ഗ്ലാസ് ക്ലീനറാണ്. പിന്നെ ഈ മാറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്ന മാറ്റാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പാത്രങ്ങളും ഇതൊക്കെ വെക്കുക. ഇത് നമുക്ക് തുടയ്ക്കാനും പിന്നെ അതേപോലെ കഴുകാനൊക്കെ പറ്റും. ഞാൻ ചെറിയ ഫ്രിഡ്ജ് ആയിരുന്ന സമയത്തും അതിനും വാങ്ങിയിരുന്നു. നല്ല യൂസ്ഫുൾ ആണ്, കളറും ഇതൊന്നും പോകുന്നില്ല. അങ്ങനെ പിന്നെ ഇത് ഏകദേശം തുടയ്ക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആദ്യം ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴേനി, ഇപ്പം ഞാൻ വീട്ടിലിടും. പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് ഈ നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങാൻ തുടങ്ങി. ആദ്യം കോളേജിലേക്ക് ഇടുന്ന ഡ്രസ്സ് തന്നെയാണ് പിന്നെ കുറേ കഴിഞ്ഞ് കേടായി കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ ഇടാറ്. പിന്നെ ഇത് ആ വാട്ടർ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഫ്രിഡ്ജിൽ വെക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ വെള്ളമാണ് ഫ്രിഡ്ജിൽ വെക്കുക. അതാണ് നമ്മൾ കുടിക്കുക. അതെന്താണെന്ന് എനിക്കറിയില്ല, അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു. അങ്ങനെ പിന്നെ ഇതാ തുടയ്ക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഡീപ്പ് ക്ലീൻ വീഡിയോ ഒക്കെ ഇട്ടതാണ്. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.